ഹലോ ഗൈസ്, വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ മിസ്റ്റർ പ്രിൻസ്. ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ നോക്കാൻ പോകുന്നത് വളരെ ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള ടോപ്പിക്കാണ്. എന്താണെന്ന് വെച്ചാൽ നമ്മുടെ പൈററ്റ് കിങ് ആയ ഗോൾഡ് റോജറും അതുപോലെ തന്നെ നമ്മുടെ മെറീൻ ഹീറോ ആയിട്ടുള്ള ഗാർപ്പ്, ഇവർക്കിടയിൽ ആരാണ് സ്ട്രോങ് എന്നാണ് നമ്മൾ ഇന്നത്തെ വീഡിയോയിൽ നോക്കാൻ പോകുന്നത്. ഒരുപാട് പേർക്ക് പലതരത്തിലുള്ള അഭിപ്രായങ്ങളുള്ളത്. ചിലർ പറയുന്നത് റോജറാണ് സ്ട്രോങ് എന്ന്, ചിലർ പറയുന്നത് നമ്മുടെ ഗാർപ്പാണ് സ്ട്രോങ് എന്ന്. നമുക്ക് എന്താ ഇന്നത് ഒന്ന് ക്ലിയർ ചെയ്തേക്കാം. എന്നാൽ ഞാൻ വീഡിയോയിലേക്ക് പോകുന്നതിന് മുമ്പ് ഒരു കാര്യം, നമ്മുടെ ചാനൽ ഇപ്പോൾ 2K സബ്സ്ക്രൈബേഴ്സ് ആവാൻ 500 സബ്സ്ക്രൈബേഴ്സും കണ്ടേ വേണ്ടൂ. നിങ്ങളെല്ലാവരും ഒന്ന് പെട്ടെന്ന് ശ്രമിച്ചാൽ നമുക്ക് ഒരു ആഴ്ചക്കുള്ളിൽ തന്നെ 2K സബ്സ്ക്രൈബേഴ്സ് എന്ന് പറയുന്ന മൈൽ സ്റ്റോണിലേക്ക് വേണേൽ എത്തിച്ചേരാൻ പറ്റും. അപ്പോൾ നിങ്ങളെല്ലാവരും ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. പിന്നെ തൊട്ടിട്ട് ബെല്ലൈക്കണൊന്നും എനേബിൾ ചെയ്ത് ഓൾ നോട്ടിഫിക്കേഷൻ സെറ്റ് ചെയ്ത് വെച്ചാൽ ഞാൻ അപ്ലോഡ് ചെയ്യുന്ന വീഡിയോസിൻ്റെ നോട്ടിഫിക്കേഷൻ നിങ്ങളിലേക്ക് കൃത്യമായിട്ട് എത്തുകയും ചെയ്യും. നമുക്ക് നേരിട്ട് വീഡിയോയിലേക്ക് പോകാം. ആദ്യം നമ്മൾ റോജറിനെ കുറിച്ച് നോക്കുകയാണെങ്കിൽ നമുക്ക് എല്ലാവർക്കും അറിയാം, റോജർ വൺ പീസിലെ സ്ട്രോങ്സ്റ്റ് ക്യാരക്ടർ എന്നാണ് അറിയപ്പെടുന്നത്. അതുമാത്രമല്ല നമ്മുടെ പിന്നെ റോജറിൻ്റെ അടുത്തായിക്കോട്ടെ അഡ്വാൻസ് കോൺഗ്രസ് ആക്കി, അതുപോലെ തന്നെ ഒബ്സർവേഷൻ ആക്കി, ആർമമെൻ്റ് ആക്കി, ഇതൊക്കെയും ഉണ്ട്. ഇതൊന്നും പോരാഞ്ഞിട്ട് റോജറിൻ്റെ കയ്യിലായിക്കോട്ടെ നമ്മുടെ സുപ്രീം ഗ്രേഡ് ബ്ലേഡ്സിലൊന്നായ എയ്സ് എന്ന് പറയുന്ന ഒരു സോഡ് കൂടി നമ്മുടെ റോജറിൻ്റെ കയ്യിലുണ്ട്. ഈ സോഡ് വൺ പീസിലെ സെക്കൻഡ് സ്ട്രോങ്സ്റ്റ് സോഡാണ്. പിന്നെ നമുക്ക് എല്ലാവർക്കും അറിയാവുന്ന കാര്യം തന്നെയാണ്, റോജർ ഒരു ഡെവിൾ ഫ്രൂട്ടോ അങ്ങനത്തെ ഒന്നും യൂസ് ചെയ്യാത്ത ഒരാളാണ്. അതുകൊണ്ട് തന്നെ അങ്ങനത്തെ ഒരു പവറും നമ്മുടെ റോജറിനില്ല. തൻ്റെ പവർ മാത്രം ഉപയോഗിച്ച് ഫൈറ്റ് ചെയ്യുന്ന ഒരു ക്യാരക്ടറാണ് നമ്മുടെ ഗോൾഡി റോജർ. അതേപോലെ തന്നെയാണ് നമ്മുടെ ഗാർപ്പിനെ കുറിച്ച് നോക്കുകയാണെങ്കിൽ നമുക്കറിയാം, ഗാർപ്പിൻ്റെ കയ്യിലായിക്കോട്ടെ ഈ പറഞ്ഞ ഹാക്കികളൊക്കെ ഉണ്ട്. അതുപോലെ തന്നെ ഒരു വെപ്പൺ പോലും ഗാർപ്പ് യൂസ് ചെയ്യാറില്ല. ഗാർപ്പ് അറിയപ്പെടുന്നത് തന്നെ നമ്മുടെ ഗാർപ്പ് ദ ഫിസ്റ്റ് എന്നാണ്. വെപ്പൺ വെച്ച് നോക്കുമ്പോൾ നമ്മുടെ ഗാർപ്പിന് വലിയ രീതിക്കുള്ള ഡിസഡ്വാൻറ്റേജ് ആണ് ഉള്ളത്. റോജറിൻ്റെ കയ്യിലൊരു ബ്ലേഡ് ഉണ്ട്, അതുമാത്രമല്ല അതൊരു സുപ്രീം ഗ്രേഡ് ബ്ലേഡ് കൂടിയാണ്. അതുകൊണ്ട് തന്നെ ഗാർപ്പിന് ഇത് വളരെ രീതിക്ക് ഡിസഡ്വാൻറ്റേജ് ആകുന്നതാണ്. വെപ്പൺസ് യൂസ് ചെയ്യുന്നത് കൊണ്ട് തന്നെ റോജറിന് ഇത് ഫൈറ്റിൽ ചെറിയ രീതിക്കുള്ള ഒരു എഡ്ജും കൊടുക്കുന്നതായിരിക്കും. എന്നിരുന്നാലും നമ്മൾ കണ്ടിട്ടുണ്ട് നമ്മുടെ ഓൾഡ് ഗാർപ്പ് തൻ്റെ വെറും ഫിസ്റ്റ് വെച്ച് ഒരു ഐലൻഡ് തന്നെ മുഴുവനായിട്ട് നശിപ്പിക്കുന്നത്. അവിടെ കൂസാനില്ലെങ്കിൽ ബാക്കിയുള്ള എല്ലാ ബ്ലാക്ക് ബിയർഡ് പാരറ്റ്സിൻ്റെ മെമ്പേഴ്സിനെ ഗാർപ്പ് അവിടെ നിന്ന് വൈപ്പ് ഔട്ട് ചെയ്തേനെ. വേണമെങ്കിൽ ഗാർപ്പിന് കോബിയും മറ്റുള്ളവരും അവിടെ ഇല്ലായിരുന്നെങ്കിൽ ഗാർപ്പിന് അവിടെ നിന്ന് രക്ഷപ്പെടാനും കഴിഞ്ഞേനെ. കാരണം നമ്മുടെ കൂസാന് ഗാർപ്പിനെ ക്യാപ്ചർ ചെയ്യാനും പറ്റില്ലായിരുന്നു. മറ്റുള്ളവരെ പ്രൊട്ടക്റ്റ് ചെയ്യാൻ വേണ്ടിയാണ് നമ്മുടെ ഗാർപ്പിനെ അവിടെ സെൽഫ് സാക്രിഫൈസ് ചെയ്യേണ്ടി വരുന്നത്. ഇല്ലായിരുന്നെങ്കിൽ ഗാർപ്പിന് അവിടെ നിന്ന് സുഖമായിട്ട് രക്ഷപ്പെടാൻ കഴിഞ്ഞേനെ. എൻ്റെ ഒരു അഭിപ്രായത്തിൽ നമ്മുടെ ഓൾഡ് ഗാർപ്പ് നമ്മുടെ ഗിയർ 5 ലൂഫിക്ക് നമ്മുടെ കായിഡോ കൊടുത്തതിനെക്കാട്ടോ ടഫായിട്ടുള്ള ഫൈറ്റ് കൊടുക്കുന്ന കാര്യത്തിൽ സംശയമൊന്നും വേണ്ട. പിന്നെ ഗാർപ്പ് റോജറും തമ്മിലൊരു ഫൈറ്റ് നടക്കുമ്പോൾ ഇത് ഒരുപാട് പേർ അവിടെ നടന്നിട്ടുണ്ടെന്ന് നമ്മുടെ വൺ പീസ് തന്നെ പറയുന്നുണ്ട്. ഇതെല്ലാം പോയി ഒരു ഡ്രോ ആയിട്ടാണ്, ഒരു ഡ്രോയിലാണ് അവസാനിക്കുകയും ചെയ്യുന്നത്. അതുകൊണ്ട് തന്നെ നമുക്ക് പെട്ടെന്നൊരു ഡിസിഷനിൽ എത്താനും പറ്റില്ല. എന്നിരുന്നാലും ഞാൻ എൻ്റെ ഒരു അഭിപ്രായം പറയാം, നമ്മുടെ റോജർ ഏറ്റവും കൂടുതൽ റെസ്പെക്ട് ചെയ്തിട്ടൊരു ക്യാരക്ടറായിരുന്നു ഗാർപ്പ്. നമ്മൾ കണ്ടിട്ടുണ്ട് റോജർ തൻ്റെ കുഞ്ഞിനെ തൻ്റെ ക്രൂമേറ്റ്സിന് പോലും കൊടുക്കാതെ ഗാർപ്പിൻ്റെ കയ്യിലാണ് കൊടുത്തത്. അപ്പോൾ നമുക്കറിയാം റോജർ നമ്മുടെ ഗാർപ്പിനെ വളരെയധികം റെസ്പെക്ട് ചെയ്തിരുന്നത്. റോജർ ഒരുപക്ഷെ ഇങ്ങനെ റെസ്പെക്ട് ചെയ്യാൻ കാരണം ഡീപ്പ് ഡൗൺ നമ്മുടെ റോജറിനെ അറിയായിരിക്കും ഗാർപ്പ് നമ്മുടെ റോജറിനെക്കാളും സ്ട്രോങ് ആണെന്ന്. അതുമാത്രമല്ല നമ്മുടെ ഗാർപ്പിൻ്റെ കയ്യിൽ ഒരു വെപ്പണും കൂടെ ഉണ്ടായിരുന്നെങ്കിൽ ഗാർപ്പ് തീർച്ചയായിട്ടും റോജറിനെ ബാറ്റിലൊക്കെ ഡിഫീറ്റും വേണം ചെയ്തേനെ. അതുകൊണ്ട് തന്നെ നമുക്ക് വേണമെങ്കിൽ പറയാം നമ്മുടെ ഗാർപ്പ് തന്നെയാണ് നമ്മുടെ റോജറിനെക്കാട്ടും സ്ട്രോങ് എന്ന്. നമ്മൾ ഇതൊക്കെ പറയുമ്പോൾ ഒരു കാര്യം കൂടെ പറയണം, നമ്മുടെ റോജറിന് ഒരു ഇൽനെസ് ഉണ്ടായിരുന്നു. അത് അദ്ദേഹത്തിൻ്റെ പവർ നല്ല രീതിക്ക് കുറച്ചിട്ടുണ്ടാകുന്നുള്ള കാര്യത്തിൽ സംശയമൊന്നും വേണ്ട. ഒരു പക്ഷേ ആ രോഗം അദ്ദേഹത്തിന് ഇല്ലായിരുന്നെങ്കിൽ നമ്മുടെ റോജർ വേണമെങ്കിൽ ഗാർപ്പിനെക്കാട്ടും സ്ട്രോങ് ആയിരിക്കും. പക്ഷേ അത് നമുക്ക് പാർട്ട് ഓഫ് ദ സ്റ്റോറി ആയിട്ടേ കാണാൻ കഴിയൂ. ആ ഇൽനെസ് അദ്ദേഹത്തിനുള്ളതാണ്. അതുകൊണ്ട് തന്നെ നമുക്ക് അതിലൊന്നും പറയാൻ പറ്റില്ല. എങ്ങനെയായാലും നമ്മുടെ ഗാർപ്പ് തന്നെയാണ് സ്ട്രോങ്. ഇതിനെക്കുറിച്ച് നിങ്ങളുടെ അഭിപ്രായം നിങ്ങൾ ജസ്റ്റ് ഒന്ന് കമൻറ്റ് ചെയ്യുക. പിന്നെ നമ്മുടെ വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, തൊട്ട് ബെല്ലൈക്കൺ കൂടി അമർത്തുക. മറ്റൊരു കാണുന്നതുവരെ ബൈ ബൈ.